ശ്ലോകം 8. അയി കുമാരിക, ഹേ കുമാരികളെ, ഗോപികളെ എന്നല്ല വിളിച്ച്, കുമാരികളെ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നൈവ ശങ്ക്യതാം കഠിനതാമയി പ്രേമകാതരേ. പ്രേമകാതരേ, പ്രേമം കൊണ്ട് ഭയമുള്ളവനാണ്. അതായത് നിങ്ങളോടുള്ള പ്രേമം നശിക്കുമോ എന്നുള്ള ഭയമാണ് എനിക്കെപ്പോഴും. നിങ്ങളെ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നതാണ്. നൈവ ശങ്ക്യതാം കഠിനത, എന്നിൽ നിങ്ങൾ കാഠിന്യം കൽപ്പിക്കരുത്. ഞാൻ കഠിനഹൃദയനാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിലോ, മൈതു ചേതസോ വോനുവൃത്തയേ, നിങ്ങളുടെ ചേതസ്സുകൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് മയി, എന്നിൽ അനുവൃത്തയെ, എന്നിലെപ്പോഴും ഉറച്ചിരിക്കണം. നമുക്കുള്ള ഉപദേശമാണ്. ഏത് സമയത്തും നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കണം. പല തരത്തിലുള്ളതായ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതെല്ലാം പൂർവ്വജന്മ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൂർവ്വജന്മത്തിൽ നാം ചെയ്തതായ പാപങ്ങൾ, ആ പാപങ്ങളാണ് ഇവിടെ ദുഃഖങ്ങളായിട്ട് വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇവരത് മനസ്സിലാക്കുന്നില്ല. ഇത്രയും ഈ വിധത്തിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടും അന്യരെ സഹായിച്ചുകൊണ്ടും ഒക്കെ ഇരുന്ന എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ വന്നു എന്ന് പല ആൾക്കാരും സംശയിക്കും. അത് പാടില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴും എന്നിൽ തന്നെ ഇരിക്കണം. കൃതമിതമായ, അതുകൊണ്ടാണ് ഇത് ചെയ്തത്, ഞാൻ ചെയ്തത്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും എന്നിലിരിക്കാൻ. എപ്പോൾ അവർക്ക് അഹങ്കാരം വന്നുവോ മനസ്സ് പോയി. അതാണ്, അങ്ങനെ പോകാൻ പാടില്ല. അഹങ്കാരം, മമത ഇത് രണ്ടുമാണ്. അഹന്ത, മമത ഇത് രണ്ടുമാണ് നമ്മളെ ഈ ഭഗവാനിൽ നിന്ന് വേറെയാക്കുന്നത്. നാം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അഹങ്കാരം അതാണ്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമാണ്. എല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്. എന്തൊക്കെ നമുക്ക് നേടാൻ സാധിച്ചുവോ അതെല്ലാം ഭഗവാന്റെയാണ്. ഇതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. പക്ഷേ അനേകം പേര് ആ രജോഗുണം വർദ്ധിക്കുമ്പോൾ ഞാനാണ് ചെയ്തത്, ഇതെൻ്റെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അഹന്തയും മമതയും, നിങ്ങളുടെ അഹന്തയും മമതയും പോകണം. നിങ്ങളുടെ മനസ്സ് മയി അനുവൃത്തയേ, എന്നിൽ തന്നെ എപ്പോഴും ഉറച്ചിരിക്കണം, എപ്പോഴും ഉറച്ചിരിക്കണം. കൃതമിതം മയാ, അതുകൊണ്ടാണ് എന്നാൽ ഇപ്രകാരം ചെയ്യപ്പെട്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ ചൂജിവാൻ ഭവൻ എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. ഭാഗവത്തിൽ ഭഗവാന്റെ മറുപടി കുറച്ചുകൂടി വിശദമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹേ ഗോപികളെ, ആൾക്കാർ അന്യോന്യം സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് എന്തോ കാര്യം നേടാനാണ്. എൻ്റെ കാര്യം നടക്കണം, അപ്പോൾ അതിന് ഞാൻ അയാളെ സ്നേഹിക്കുന്നു. അയാളുടെ കാര്യം നടക്കണം, അയാൾ എന്നെ സ്നേഹിക്കുന്നു. ആരെങ്കിലും ഒരാൾ മുടക്കിയാൽ കഴിഞ്ഞു, ആ സ്നേഹം കഴിഞ്ഞു. ആ സ്നേഹം ശരിയായ സ്നേഹമല്ല. ആ കാര്യോദ്ദേശത്തോടു കൂടിയുള്ളതായ സ്നേഹമാണത്, അത് നല്ലതല്ല. പിന്നെ ശരിയായ സ്നേഹം ഏതാണ്? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതാണ്. മക്കൾ മാതാപിതാക്കളെ സ്നേഹിച്ചാലും ദ്രോഹിച്ചാലും മാതാപിതാക്കൾ ഒരിക്കലും അവരെ ദ്രോഹിക്കില്ല, അവരോട് ദേഷ്യം ഉണ്ടാവില്ല. അതുപോലെ ഒന്നും ഇങ്ങോട്ട് കാക്ഷിക്കാതെ കണ്ട്, ഏതൊരാൾക്കാണോ നമ്മൾ സ്നേഹം കൊടുക്കുന്നത് അവരിൽ നിന്നൊന്നും കാക്ഷിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ കണ്ട് ആര് സ്നേഹത്തെ കൊടുക്കുന്നുവോ അതാണ് ശരിയായ സ്നേഹം, അതാണ് ശരിയായ കാരുണ്യം. അത് മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചു, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞുവല്ലോ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അതാണ്, പരമജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാം ബ്രഹ്മം മാത്രമാണ്, പിന്നെ എന്തിനാണ് സ്നേഹിക്കുന്നത്? അതാണ്. അപ്പോൾ നമ്മൾ ആരെ സ്നേഹിക്കണം? ബ്രഹ്മം ബ്രഹ്മത്തെ സ്നേഹിച്ചു. ആരെ ദ്രോഹിക്കണം? ബ്രഹ്മം ബ്രഹ്മത്തെ ദ്രോഹിച്ചു.
അപ്പോൾ അവിടെയൊന്നും നമ്മുടെ മനസ്സിന് ചാഞ്ചല്യം വരേണ്ട ആവശ്യമില്ല. അങ്ങനെ പരമജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കില്ല. എന്തെങ്കിലും കൊടുത്താൽ ഒരു നന്ദി പറയാനും നിൽക്കില്ല. ചിലപ്പോൾ മേടിക്കും പോവും. അവർക്കെല്ലാം തുല്യമാണ്, എല്ലാം ഭഗവാനാണ്. അതാണ് പരമജ്ഞാനികൾ എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ചിലവരങ്ങനെയല്ല, കൃതജ്ഞന്മാരാണ്. ചെയ്ത ഉപകാരത്തിന് നന്ദിയില്ലാത്തത്, അതും പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അതിന് നമ്മൾ അങ്ങോട്ട് പ്രത്യുപകാരം ചെയ്യണം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഹനുമാൻ സുഗ്രീവനോട് പറയുന്നതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലം ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ അത് നമ്മൾ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കണം. ഓർമ്മ വെച്ചിട്ട് ആ സഹായത്തിനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. എന്നാൽ നമ്മളെന്തെങ്കിലും കൊടുത്താൽ ഓർമ്മ വയ്ക്കാനേ പാടില്ല. അപ്പോഴേക്കപ്പോഴും എഴുതി തള്ളണം. അത് ഇത് ഓർമ്മ, നല്ലോണം ഓർമ്മ വയ്ക്കണം. അപ്പോൾ കൃതജ്ഞന്മാരായിട്ടുള്ള ചില ആൾക്കാർ ആ വിധത്തിൽ അങ്ങനെ ചെയ്തു എന്ന് വരാം. പിന്നെ ഗുരുദ്രോഹികൾ, എത്ര സ്നേഹമുണ്ടെങ്കിലും ഗുരുവിനെ ദ്രോഹിക്കുന്ന ആൾക്കാർ. ശങ്കരാചാര്യസ്വാമികളെ ദ്രോഹിച്ചു ഒരു ശിഷ്യൻ. അതാണ്, ഒരു ദേഷ്യമില്ല. മറ്റുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിന് മരുന്നും മറ്റുമൊക്കെ കൊടുത്തുണ്ടാക്കി. പക്ഷേ ആ ശിഷ്യനോട്, തന്നെ ഉപദ്രവിച്ച ശിഷ്യനോട് ഒരു ദേഷ്യവും ഇല്ലാതെ കൊണ്ട് കഴിഞ്ഞു. ഗോപികളെ, ഇതൊന്നും എനിക്ക് ബാധകമല്ല കേട്ടോ. ഈ പറഞ്ഞതൊന്നും എനിക്ക് ബാധകമല്ല. പിന്നെ അങ്ങ് ആരാണ്? ഞാൻ പറഞ്ഞുതരാം. അതാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് അന്തർധാനം ചെയ്തത്? നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് എന്നിൽ തന്നെ ഇരിക്കണം. ഏത് സമയത്തും നിങ്ങളുടെ മനസ്സ് എന്നിൽ തന്നെ ഇരിക്കണം. മൈതുചേതസോ മോനുവൃത്തയേ. ആ വരി കാണാപ്പടം പഠിക്കൂ. നിങ്ങളുടെ ആ മനോവൃത്തി എപ്പോഴും എന്നിൽ തന്നെ ഇരിക്കാൻ കൃതമിതം മയാ, ഞാനിപ്രകാരം ചെയ്തു. വേറെ ഒരു വൃത്തിയും നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. എന്തെന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഭഗവാനെ മറക്കാൻ പാടില്ല. അഹങ്കാരം വന്നാൽ ഭഗവാനെ മറന്നു. സദാ ഭഗവത് സ്മരണയിലിരിക്കാൻ ഏറ്റവും നല്ലത് നാമജപം. ഒന്നിനെയും ആശ്രയിക്കാതെ, ആരെയും ആശ്രയിക്കാതെ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നാമജപം. അതൊരു യജ്ഞമാണ്, നാമജപയജ്ഞം. ഏത് സമയത്തും ചെയ്യൂ. രാവിലെ എണീച്ചാൽ ആദ്യം കുളിക്കണം. ആ കുളിക്കുന്ന സമയത്ത് നാമം ജപിക്കൂ. എന്തു പറഞ്ഞ് ജപിക്കണം? ആ ഭഗവാനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരം ഭഗവാന്റെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിനെയാണ് ഞാൻ വൃത്തിയാക്കുന്നത് എന്ന ഭാവനയോടെ കുളിക്കൂ. ഏറ്റവും വലിയ പൂജയാവുന്നു, ഭഗവത് സ്മരണയാവുന്നു. അതുപോലെ അടുക്കളയിലെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കുന്ന, കഴിക്കാൻ പോകുന്ന ആരാണ്? ഭഗവാൻ. ഭഗവാന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്ന ചിന്തയോടുകൂടി നാമം ജപിച്ചുകൊണ്ട് ഉണ്ടാക്കൂ. കഴിക്കണു, ആരാ കഴിക്കണേ? ഭഗവാൻ. അപ്പോൾ ആ ചിന്ത ഓരോ സമയത്തും എല്ലാം ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ അന്യമായിട്ടൊന്നും ഇവിടെ ഇല്ല. ഞാനൊന്നും ചെയ്യുന്നില്ല. ഏത് കാലം വരെ ഭഗവാൻ എൻ്റെ ഉള്ളിലിരിക്കണോ ആ കാലം വരെ മാത്രമേ എനിക്ക് ശക്തിയുള്ളൂ. ഞാനിപ്പോൾ സംസാരിക്കണു, ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ ഉള്ളിലുള്ളതുകൊണ്ട്. നമ്മളെല്ലാവരും കേൾക്കണു, എന്തുകൊണ്ട്? ഭഗവാൻ ഉള്ളിലുള്ളതുകൊണ്ട്. ഇപ്പോൾ ഭഗവാൻ പോയോ? പിന്നെ സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല, വിരലനക്കുന്നില്ല. രമണ മഹർഷി, പോൾ ബ്രണ്ടൻ എന്ന ഫോറിനർ വന്നപ്പോൾ അയാളെ പഠിപ്പിച്ചതാണ്. ഇതുകൊണ്ടാണ് പഠിപ്പിച്ചത്. ഭഗവാൻ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വിരൽ അനങ്ങുന്നുണ്ടോ? ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്. നമസ്കരിച്ചു. അതുവരെ എന്തൊന്നില്ലാത്ത അഹങ്കാരത്തോട് ക്യാൻ ഐ മീറ്റ് മിസ്റ്റർ രമണൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എപ്പോൾ ഇത് കാണിച്ചു? നമസ്കരിച്ചു. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിലിരുന്ന് എന്ത്
വാസനകളാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്താണ് നമുക്ക് അനുഭവിക്കാനുള്ളത്? പുണ്യപാപങ്ങൾ. അതിനെ അനുഭവിപ്പിക്കുന്നു. അതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം ചൈവാത്ര പഞ്ചമം. ഗീതയിൽ 18-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. ദൈവം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ദൈവം വേറെയാണ്. ഓരോരുത്തരുടെ ഗുരുവായൂരപ്പനും വേറെയാണ്. അത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിന് കൊണ്ടുവന്ന പുണ്യപാപങ്ങളാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പുണ്യം, ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പാപം. ആ പുണ്യപാപങ്ങളെയാണ് ദൈവം, വിധി, അദൃഷ്ടം അനേകം പേരിൽ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സുഖവും ഉണ്ടാവണം ദുഃഖവും ഉണ്ടാവണം എന്ന് മനസ്സിലാക്കി ആരിലും കുറ്റം ചുമത്താതെ, ആരെങ്കിലും ഒരാൾ നമ്മുടെ ദുഃഖത്തിന് കാരണക്കാരനായിട്ടുണ്ടാവും. അതിലൊരു നിമിത്തം, അത്രയേ ഉള്ളൂ. അതിലൊരു നിമിത്തം. നിമിത്തമാത്രം ഭവസവ്യസാചിൻ. അർജുനോട് പറയുന്നില്ലേ, ഞാൻ എല്ലാവരെയും കൊന്നു കഴിഞ്ഞു, എല്ലാവരെയും ഞാൻ കൊന്നു കഴിഞ്ഞു. ഇനി നിനക്ക് നീ ജയിച്ചു എന്ന് വേണമെങ്കിൽ കാണിക്കണമെങ്കിൽ നീ വേണമെങ്കിൽ അമ്പ് കിട്ടോ, അത്രയേ ഉള്ളൂ. അർജുനൻ ഒരു നിമിത്തം മാത്രം. ശരിക്കും വധിച്ചത് ഭഗവാൻ, ദൈവമാകുന്ന ഭഗവാനാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ആ അഹന്തയെ കളയാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ വിധത്തിൽ മറഞ്ഞത്. അവരുടെ ആ ചിന്ത എപ്പോഴും ഭഗവാനെക്കുറിച്ചായിരിക്കണം. ആ വരി കാണാപ്പാഠം പഠിക്കണം. മൈതുചേതസോ വോനുവൃത്തയേ കൃതമിതം മയ. അത്ര വരെ മതി. കൃതമിതം മയ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സ് എപ്പോഴും എന്നിൽ ഉറച്ചിരിക്കണം. എന്തു വന്നാലും അതിനിളക്കം വരാൻ പാടില്ല, ചാഞ്ചല്യം ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് ഭഗവാൻ എന്നെ ദ്രോഹിച്ചതല്ല, ഞാൻ തന്നെ നേടിക്കൊടുവെന്നാണ്. അത് അനുഭവിച്ച് തന്നെ തീർക്കണം.